ഹലോ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാവുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് വരും. ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഒരു ഇമോഷണലായുള്ള ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അത് കാരണം തന്നെ നമ്മളെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. ഒരുപാട് മെൻ്റൽ പ്രോബ്ലംസ് നമ്മളെ നല്ല രീതിയിൽ മെൻ്റലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഇതിനെക്കുറിച്ചൊന്നും അവെയർ അല്ലായിരുന്നു മിക്കവരും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലംസിനെ പറ്റിയൊക്കെ നമുക്കായാലും ഒരു അറിവ് ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഒരുപാട് നമ്മുടെ മെൻ്റൽ പ്രോബ്ലംസ് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരാളുടെ മരണമോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാരുടെ ഒരു മരണമോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ പലരും തളർന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട് മാനസികമായിട്ട്. അപ്പോൾ അതിന്ന് നമുക്ക് അത്തരം പ്രോബ്ലംസൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. ഇത് നമ്മുടെ മനസ്സിനെയൊക്കെ നല്ല രീതിയിൽ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ അത്തരം പ്രോബ്ലംസ് ഉള്ള സമയങ്ങളിലും നമ്മളെ നല്ല രീതിയിൽ മനസ്സിനെയൊക്കെ പിടിച്ച് എന്താ പറയുക, മെൻ്റലി നമുക്കതിനെ ഫേസ് ചെയ്യാനും അതേപോലെ തന്നെ നല്ലൊരു മെൻ്റലി നമുക്ക് ഒരു റിലീഫും റിലാക്സേഷനൊക്കെ ആ സമയത്ത് നമുക്ക് നൽകാനൊക്കെ പറ്റുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം ബ്രീത്തിങ് ടെക്നിക്സൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാച്ചാൽ നമുക്ക് ആ സമയങ്ങളിലൊക്കെ കുറച്ചൊക്കെ നമുക്ക് നല്ല രീതിയിൽ അതിനെയൊക്കെ തരണം ചെയ്തു പോകാനും മാനസികമായിട്ട് തന്നെ നല്ലൊരു രീതിയിൽ മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും ഇത്തരം പ്രാക്ടീസസ് കൊണ്ട് നമുക്ക് സാധിക്കും. ഇതിൽ ഫസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പ്രാണായാമം തന്നെയാണ്. നമ്മുടെ മൂക്ക്, അതായത് വലത്തെ മൂക്ക് നമ്മൾ അടച്ചു പിടിച്ചിട്ട് ഇടത്തെ മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം വിടണം. എന്നിട്ട് ഇടത്തെ മൂക്ക് അടച്ചു പിടിച്ച് വലത്തെ മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം ഇൻടേക്ക് ചെയ്യുക. പിന്നെ എക്സെയിൽ ചെയ്യുക. അതേപോലെ തന്നെ ഇടത്തെ മൂക്ക് നമ്മൾ കൂടെ നമ്മൾ ശ്വാസം ഇൻടേക്ക് ചെയ്യുക. എക്സെയിൽ ചെയ്യുക. ഈ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യാച്ചാൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ ഇത്തരം പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. അതേപോലെ ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ശ്വസിക്കുമ്പോൾ സാധാരണഗതിയിൽ ബ്രീത്ത് ഇൻടേക്ക് ചെയ്യുക, അതേപോലെ എക്സെയിൽ ചെയ്യുക. ഇൻഹെയിൽ എക്സെയിൽ ആണ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എക്സെയിൽ ചെയ്തിട്ടാണ് ഇൻഹെയിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ കൈയൊക്കെ മുഷ്ടി പിടിച്ചിരിക്കുക. എന്നിട്ട് ആദ്യം ശ്വാസം നമ്മൾ എക്സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കാം, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇൻഹെയിൽ ചെയ്യുക. അതേപോലെ തന്നെ എക്സെയിൽ ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുക. ഇത്തരം ഈ ഒരു ടെക്നിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അധികം ചെയ്യാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് തലകറക്കം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു സംഗതി ചെയ്യുമ്പോൾ. അത് കാരണം തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല തലകറക്കമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് തലകറക്കം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു ടെക്നിക്കിൽ. മൂന്നാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. നമുക്ക് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ചിലവർക്ക് മുന്തിരിക്ക് കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. നമുക്ക് നീല കളർ മുന്തിരിയും പച്ച കളർ മുന്തിരി ഉണ്ട്. അതിൽ നീല കളർ മുന്തിരി
പഴുത്ത മുന്തിരി നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ വായിൽ ഒരു മുന്തിരി ഇട്ടിട്ട് അതിനെ ടേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ആ മുന്തിരി നമ്മൾ നാവ് കൊണ്ട് എല്ലാ ഭാഗത്തും, വായയുടെ എല്ലാ ഭാഗത്തും കൂടി ഓടിക്കുക. വളരെ പതുക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ആണ് ഇത് ചെയ്യേണ്ടത്. ആ മുന്തിരിയുടെ ടേസ്റ്റ് നല്ല രീതിയിൽ അറിഞ്ഞ് ആ മുന്തിരീനെ അലിയിച്ച് എല്ലായിടത്തു കൂടി ഓടിച്ച് വാഴയുടെ എല്ലാ ഭാഗത്തു കൂടിയും ഓടിച്ച് നമ്മൾ നല്ല രീതിയിൽ അലിയിച്ച് കളയുക. ഈ ഒരു ടെക്നിക്കും നമുക്ക് ഒരു സൊല്യൂഷനാണ്. ഇത്തരം മെൻ്റൽ ഹെൽത്ത് വളരെ മനസ്സിനെ ഭയങ്കരമായിട്ട് പിടിച്ചു കുലുക്കുന്ന പ്രോബ്ലംസൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലീഫിന് പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. 3 സൊല്യൂഷൻസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു റിവ്യൂ എന്താണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.